നിനക്കൊരു പ്രത്യേകത ഉണ്ട്, നീ എല്ലാവരും ആരോടും പറയല്ലേ എന്ന് പറഞ്ഞാൽ നീ പറയും. അതാണ് നിന്റെ പ്രത്യേകത. കേരളം കൊതിക്കുന്നു അഖിൽമാര റിയാസിന്റെ. നീ 18 പേരെടുത്തും പോയി പറയും. എല്ലായിടത്തും ഒറ്റയ്ക്ക് പറയും. ഇത് ആരും അറിഞ്ഞിട്ടില്ല, മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോ പറഞ്ഞത് പറഞ്ഞു നടക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാനിപ്പോ അവൻ റിയാസിനോട് പറഞ്ഞതാ, പുറത്തിറങ്ങും ഇന്റർവ്യൂലൊക്കെ ഇനിയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അവൻ അവസാനം അവന്റെ സ്റ്റാൻഡ് ഒന്നും പറയാൻ പറ്റാതെ റിയാസിന് ഇഷ്ടമാണോ അഖിലിനെ? ഇല്ല, നിങ്ങൾ പ്രണയിക്കുന്നത് കാണാൻ എനിക്ക് ഇല്ല. എന്നാലും ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാകും. ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാവുന്നതിന് അതേ ഉള്ളൂ. നിനക്ക് വളയ്ക്കാലോ. വളയ്ക്കാലോന്നല്ല പറഞ്ഞത്. പാലും തൈരും കൂടെ ചേരത്തില്ലെന്ന് റിയാസ് പറയുന്നത്. ചേരില്ലെന്നോ? പാലും തൈരും പാലും കൂടെ വെള്ളവും പാലും ചേരും. പാലും തൈരും കൂടെ ചേർന്നാ പിരിഞ്ഞു പോകും. നിങ്ങൾ സ്ഥിരം പരിപാടിയാണെന്ന് എനിക്ക് അറിയാം. ഇത് കുറച്ചും എന്റെ അടുത്ത് പറഞ്ഞ എന്നെ ഇഷ്ടമാണെന്ന്. ഓ, അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത് എന്നിട്ട് പറഞ്ഞ എനിക്ക് അഖിൽ ഇങ്ങോട്ട് പ്രേമിക്കാമല്ലോ എന്ന്. പ്രേമിച്ചോളൂ. ആ മനുഷ്യർക്ക് എത്ര വരെ വേണമെങ്കിലും പ്രേമിച്ചൂടെ? അതൊക്കെ പ്രേമിക്കാം. പ്രതീക്ഷ കൊടുക്കാതിരുന്നാ മതി. ആർക്കും ആരെയും പ്രണയിക്കാമല്ലോ, എന്നതാ തെറ്റ്? പുറത്തിറങ്ങും ആൾക്കാരാകില്ലോട് റിയാസിന് ഇഷ്ടമായിരുന്നോ സിൻസിയർലി? ഞാൻ ഇഷ്ടമെന്നല്ലേ പറഞ്ഞത്. പ്രണയം എന്ന് പറഞ്ഞു, ഇഷ്ടമൊന്നല്ല. പ്രണയം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോ നീ പറഞ്ഞ റിയാസ് കൊള്ളാം. എനിക്ക് സന്തോഷമായപ്പോ അത് കേട്ടപ്പോ. ഞാൻ അവന്റെ വീട്ടിൽ പോയി ഒരു ബിരിയാണിയൊക്കെ കഴിച്ച്. കൊല്ലത്ത് കൊല്ലംകാരല്ലേ? റിയാസിന് ഒരു ബിരിയാണി വെച്ച് തരില്ല. ഞാൻ അങ്ങനെ ബിരിയാണി കഴിക്കുന്ന ആളല്ല. വേണമെങ്കിൽ നിനക്ക് വേണ്ടി കഴിക്കാന്നല്ലേ? റിയാസേ, എന്താടോ ഒരു ബിരിയാണി വെച്ച് തരില്ലേ? വേണമെങ്കിൽ കഴിക്കാം. കേൾക്കാൻ പറഞ്ഞാ മതി. നീ മറുപടി പറഞ്ഞില്ല. എന്ത് പറയാൻ? എനിക്ക് വന്നാൽ ഒരു മട്ടൻ ബിരിയാണി. ചെത്തിയ മുറ്റത്ത് കയറ്റത്തില്ല. അടുപ്പിക്കില്ല പരിസരത്ത്. നീ എന്തൊരു അഖിലിന് പറ്റുന്നത് അഖിൽ നേരത്തെ പറഞ്ഞില്ലേ? സാരി എടുത്ത് കുറു തൊട്ട് മുടി. ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ കഥയില് എന്റെ ചുരിദാറ് ടീഷർട്ട് അവ ഇഷ്ടമുള്ളതല്ലേ? അല്ല, എന്റെ കഥയില് എപ്പോഴോ പിന്നെ പറഞ്ഞു ശോഭയെ പോലത്തെ ഒരാൾക്ക് മുമ്പുള്ള ചിന്താഗതി. പണ്ടത്തെ ചിന്ത 13 വർഷങ്ങൾക്ക് മുമ്പുള്ള ചിന്ത. ഇപ്പൊ ചിന്തയൊക്കെ മാറി. എത്ര കാലങ്ങളായി ഇപ്പൊ ചിന്തയൊക്കെ മാറിയില്ലേ? ഇപ്പൊ ഏത് വസ്ത്രം ധരിക്കുന്ന ആളെ ഇഷ്ടം? ഏത് വസ്ത്രം ധരിച്ചാലും എനിക്കൊന്നുമില്ല, ധരിച്ചില്ലേലും എനിക്കൊന്നുമില്ല. ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മാന്യതയൊന്നും വേണ്ടല്ലോ അതില്. ഞാൻ എപ്പോഴെങ്കിലും അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എനിക്കില്ല, വസ്ത്രം എടുത്ത് പറഞ്ഞിട്ടില്ല. മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞു. അങ്ങനെ അതെന്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കാര്യം ആവർത്തിച്ചതല്ലേ ഈ പറഞ്ഞത്. അല്ലെ തന്നെ മാന്യമായ വസ്ത്രവും ഞാൻ തെറ്റാണ്. എന്ത് മാന്യമായ വസ്ത്രം എന്ന് പറയുമ്പോ മാന്യത ഇല്ലാത്ത ഏത് വസ്ത്രവും മാന്യം. അപ്പൊ അതെന്നോട് ചോദിക്കണം എന്താണ് അതിൽ ഉദ്ദേശിക്കുന്ന മാന്യമായ വസ്ത്രം എന്ന്. അപ്പൊ ഞാൻ പറയും നാണം മറയ്ക്കുന്ന ഏത് വസ്ത്രം എന്ന് ഞാൻ പറയും. നാണം എവിടെ മറയ്ക്കണം? അത് ശരി, നാണം മറയ്ക്കണ്ടേ എനിക്ക്? നാണം മറയ്ക്കണം. അതെ, എന്റെ നാണം മറയ്ക്കല് ചിലപ്പോ 2 പീസ് മതിയാവും. ഓക്കെയാണ്. ഞാൻ പറഞ്ഞായിരിക്കും വസ്ത്രം തരും. എന്റെ ബെഡ്റൂമിൽ ഞാൻ നാണം മറയ്ക്കാറില്ല. നല്ല ഡാൻസർ. മാന്യമായ വസ്ത്രം സത്യരിക്കൽ ഉദ്ദേശിച്ചെന്ന് പോലും വസ്ത്രം ഉടുക്കുന്നതോ വസ്ത്രം ഉടുക്കാത്ത കഥയല്ല. മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞത്. നമ്മളിന്ന് പൊളിക്കും. ഷീറ്റ് പോലത്തെ ഡ്രസ് ഇട്ടിട്ട് വേണോ? നമ്മളിന്ന് പൊളിക്കും. ക്യാപ്റ്റനോട് ചോദിച്ചാ ക്യാപ്റ്റനോട് ചോദിച്ചായിരുന്നാ? ചോദിച്ചില്ല. ജാമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് മറ്റേ അത് തിരുടാതിരല്ല പാട്ടോ. തിരുടാതിരയുടെ പാട്ടോ. ചന്ദ്രലേ
രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോവാണോ? ഞങ്ങൾ 5 പേരുണ്ടാവും അവിടെ. ലാസ്റ്റ് 2 ആഴ്ച ഇല്ലേ? മിഥുൻ ചേട്ടൻ ഇല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, സീരിയസ് ആയിട്ട് തമാശയായിട്ട് എടുക്കണ്ട. എന്നാ ചുരുക്കിട്ടാ. ഇത് സീരിയസ് ആയിട്ട് അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ ഞാൻ നോമിനേറ്റ് ചെയ്യും. ഞാൻ പറയണേ നോമിനേറ്റ് ഒക്കെ ചെയ്ത അതൊന്നൊരു വിഷയമുള്ള കേസല്ല. ജയിൽ നോമിനേറ്റ് ചെയ്യുമെന്നാ ഉദ്ദേശിച്ചത്. അതും വിഷയമില്ല, അതൊന്നൊരു വിഷയമുള്ള കേസല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് വേഗം ആയിക്കോട്ടെ. നിനക്ക് എന്ത് വേണ്ടത്? എടുത്തോ എടുത്തോ. എന്താ പറഞ്ഞ വിഷയം എന്തുവാ? നമുക്ക് വിമർശനം തോന്നുന്ന അല്ലെങ്കിൽ മോശമെന്ന് തോന്നുന്ന ഒരു ആക്ടിന് ബെസ്റ്റ് ആയിട്ട് കൊടുക്കുകയും അയാളെ ബെസ്റ്റ് ആക്കുകയും ചെയ്യുന്ന രീതിയോടെ എനിക്ക് യോജിപ്പില്ലെന്ന് പറഞ്ഞത്. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതായത് മനോഹരമായി പാടുന്ന ഒരാൾക്ക് കിട്ടാത്ത അപ്രിസിയേഷൻ എന്തെങ്കിലും കോമാളിത്തരം കാണിച്ച് വായ കിടന്ന് വിളിച്ച് ആൾക്കാർക്ക് കിട്ടുന്നു. അതാണ് ഞാൻ വേറെ ഉദ്ദേശിച്ചത്. വസ്ത്രം ധരിച്ചു വരുന്നത് ഈ പറഞ്ഞ കോമാളിത്തരം പാട്ട് പാടി പാട്ടെന്ന് മാത്രമല്ല എല്ലാം നീ ഇവിടെ മിമിക്രി ചെയ്യുന്നില്ലേ? മനോഹരമായ മിമിക്രി ആണല്ലോ. ആൾക്കാർ ചിരിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. അല്ല, അത് മതി എനിക്ക്. അത് കേട്ട ശബ്ദമാണ് നീ എടുക്കുന്ന ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും മോനെ എനിക്കത് 1ാം സ്ഥാനം കിട്ടിയതാ കേട്ടോ. അയ്യോ, അവരെ പിടിക്കണമല്ലോ. ചിലപ്പോ അതിന്റെ ഒപ്പം മത്സരിച്ചവരെ വെച്ച് നോക്കുമ്പോ നീ ആയിരിക്കും അല്ല സ്നേഹമുള്ള ആള്. ആ സ്നേഹം ഞാൻ എനിക്ക് പിന്നെ മിഥുന്റെ അടുത്ത് കാണിക്കണ്ടേ? നമുക്ക് ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നു ആരത്തും വെറുപ്പൊന്നുമില്ല. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നുന്ന ഒരാളടുത്തായിരിക്കും നമ്മൾ പോയിട്ട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 5 ദിവസം പോയപ്പോ എനിക്ക് രാത്രി ഒരു വിഷമം തോന്നി. അത് ഞാൻ ഇവിടെ കിടന്നപ്പോ ഷീച്ചേട്ടനെ വിളിച്ചിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറഞ്ഞത്. ആ രാത്രി ഇന്നലെ ഞങ്ങൾ ഇന്നലെ അല്ല, അന്ന് ഷീച്ചേട്ടൻ അപ്പുറത്ത് കിടക്കും. ഇപ്പൊ ഞങ്ങൾ കുറച്ച് നാൾ ഒരുമിച്ച് കിടക്കുകയാണല്ലോ. അന്ന് ഷീച്ചേട്ടൻ ആ ബെഡിലാണ് കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കെട്ടിപ്പിടിക്കും. പക്ഷെ മറ്റേത് ഞാൻ അങ്ങനല്ല പറഞ്ഞത്. അത് അന്ന് അപ്പുറത്ത് കിടക്കുന്ന കാരണം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് കിടന്നപ്പോഴത്തേക്ക് കാരണം എന്നെ വന്ന് ഹഗ് ചെയ്യുന്ന ഒരാളായിരുന്നു. കുറച്ച് ദിവസം ഉണ്ടാകും, വളരെ കുറച്ച് ദിവസമാണ് 5 ദിവസം ഞാനുമായിട്ട് ഒരു 7-8 ദിവസത്തിൽ അടുപ്പമെന്നേ പറയാൻ പറ്റൂ. 35 ദിവസം കഴിഞ്ഞില്ല അവർ പോയതിനു ശേഷം ഒരു 40 ഡേയ്സിൽ ഒരു അടുപ്പം തുടങ്ങി 49 ആയപ്പോൾ അവൾ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഷേപ്പ് ചെയ്യുന്നല്ല ഇത് എനിക്ക് അത്ര വിശ്വാസമല്ല. ഞാൻ ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് താടി വരച്ച് സ്റ്റൈലാക്കാൻ കുഴപ്പമില്ല. ഇതിപ്പോൾ അത്യാവശ്യം സ്റ്റൈലായി. എല്ലാവരുടെ അങ്ങനെ പോകുന്ന ഒരാൾ. അതാണ് അത് പറഞ്ഞത്. മിഥുനെ ബാധിക്കാം. ഇവിടുത്തെ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കും അറിയാം, മിഥുനും അറിയാം അതിന്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇടയിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതും നമ്മൾ രണ്ടുപേരും അടുത്തടുത്തിരുന്ന് വേറൊരു ഇമോഷണൽ സംഭവത്തിൽ പാതിരാത്രിക്ക് 4 മണിക്കും 3 മണിക്കും മാറിയിരുന്ന് സംസാരിക്കുന്നതൊക്കെ വ്യത്യസ്ത കോണിലാണ് പ്രേക്ഷകന്റെ മുമ്പിലേക്ക് ചെല്ലുന്നത്. അല്ല, ഞാൻ അതിന് പ്രേക്ഷകർ ചെന്നോട്ടെ. അതിപ്പോ പ്രേക്ഷകർ അങ്ങനെ കരുതിയാന്നാലും ഒരു കുഴപ്പമില്ല. ഞാൻ അതാ പറഞ്ഞു, ഞാൻ കാണിച്ച ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറഞ്ഞത് എനിക്കിപ്പോ സെറീനെ കുറിച്ച് നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന കാര്യമില്ല. ഞാൻ ആകെ നാട്ടുകാർ ചിന്തകൾക്കനുസരിച്ച് വേണ്ട. പക്ഷെ അത് ഇവരാണ് കൺസേൺ ആവുന്നത്.